ഇവിടുന്ന് നിന്നിട്ട് തന്നെ ഇത് ഈ ഭയങ്കര ഉമ്മനോട് ഞാൻ കുറെ വട്ടം പറഞ്ഞത് എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അത് മനസ്സിലാവണില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് എന്റെ പോണത്. നിങ്ങൾ പിന്നെ എന്തിനാ ഈ വിചാരിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞതിന്റെ ആവശ്യം എന്താ? അങ്ങനെ പറഞ്ഞു അപ്പൊ പറയണം നമുക്ക് എന്താന്നുള്ളത് പറഞ്ഞു തീർക്കണം. ഉമ്മനോട് എന്താന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് ഓളെ പറയാതെ ഇതൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചത്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പൊ അന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഒരു ഫാമിലി വ്ളോഗിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വേറെ ആരുമില്ല, റോഷൻ വ്ളോഗ് ഉണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ്. അവരിപ്പോൾ ഈ ഡേറ്റ് ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് വീട് താമസം മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരിപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. കുറച്ച് മുമ്പ് നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ വീട്ടിൽ വരലും ഉമ്മക്ക് സുഖമില്ലായിട്ട് അവർ വന്നിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉപ്പക്ക് സുഖമില്ല എന്നാൽ പിന്നെ ഉപ്പനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കോമഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗ് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ നല്ല നല്ല കോമഡിയും കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ വീഡിയോ കണ്ടിട്ട് വരെ ബാക്കി പറയാം. അതായത് ഫോർച്യൂണർ ലോഡിങ് എന്താ ഫാമിലി ഇല്ലാത്ത തെറ്റിപ്പോകുന്നതാണോ? മാത്രം മതിയോ? സൈബനെ ഒഴിവാക്കിയോ, റാഷിനെ ഒഴിവാക്കിയോ, ഫാമിലി ഇല്ലാതെ പുതിയ വീട് വെച്ചിട്ട് മാത്രം മതി. പുതിയ വീട് വെച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറി, ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ കമന്റിനൊക്കെ നമ്മള് മറുപടി കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഉദ്ദേശം കറക്റ്റ് എന്താണ് നമ്മൾ മാറിയതെന്നൊക്കെ നിങ്ങളാണല്ലോ എല്ലാം. അപ്പൊ അറിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ ഈ വേണ്ടാത്ത കുറെ കമന്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു പുതിയ വീട് വെച്ച് ഭയങ്കര ആഗ്രഹിച്ചു വെച്ച ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മള് ഇപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് എന്ത് ഡെയിലി വീഡിയോ എന്ന്. ഈ വീഡിയോ ഉണ്ടാക്കല് നമ്മുടെ ഒരു ജോലിയാണ്. ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമുക്കെന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കലില്ല. നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതെ, ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കൂടി അതിന്റെ എന്തെങ്കിലും ആൾക്കാർ സ്ട്രെസ്സിൽ നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കരച്ചിലും കൂടി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കാറ്. നോർമലി എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കൂടി ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നോർമലി നമ്മള് ഫോണൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യും, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മറന്നിട്ട് കുറച്ച് നേരം ചിരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മോർ ഫൺ ടൈപ്പ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പം നമ്മൾ ഈ മൈൻഡിൽ ഇത് നമ്മുടെ ജോലിയാണ്. ഈ സാധനം മൈൻഡിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക നല്ല രീതിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡും ഓക്കെ ആയിരിക്കണം. അപ്പൊ വീട്ടിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർക്കുകൾ, ഓരോ സംഭവങ്ങൾ, ഓരോ സ്ഥലത്ത് പോകാനുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പം വീട്ടുകാരായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. കാരണം അഥവാ നമ്മൾ അവര് പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, അവർക്ക് വിഷമാവും. അതായത് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വീട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ്. അവർ കാണുന്ന സമയത്ത് വിചാരിക്കും ഫ്രീ ആയിട്ടിരിക്കുക എന്നിട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തി, ഇവള്, ഇതാണ് വേണ്ടിയിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരാണ് എല്ലാം. അപ്പം അതേപോലെ തന്നെ എന്റെ ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അവര് നമ്മൾ എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കരുതല്ലോ. അതാണ് ഞാൻ മോർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല്. അപ്പം ഇവിടെ മാറിയതിൽ ഇമ്മക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അത് മാറിക്കോളും. കാരണം കുറച്ച് നമ്മുടെ ഉമ്മനി ഉപ്പനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പറഞ്ഞത് നമുക്ക് തട്ടിക്കളയാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നേരെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് മാറിയത്. ഇതാവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലി ഇവിടുന്ന് നടക്കും, കറക്റ്റ് ആയിട്ട് നടക്കും. അത് ഈ കാര്യങ്ങൾ നമുക്ക് അവരെ കൺവേ ചെയ്യാനോ അവരെ ഇതാക്കാനോ പറ്റില്ല. കാരണം അവരൊക്കെ കുറച്ച് നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാരാണ്, ഏജ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരോട് അടി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റ് അങ്ങനെയൊന്നും പറയാൻ, എനിക്ക് ജോലിയുണ്ട് ഞാൻ ഇന്ന് പോകൂല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓരാണെല്ലാം, ഓരെന്തിനാ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ജോലിയൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഡെയിലി വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാതെ പല ദിവസങ്ങളിലും നമുക്ക് വീഡിയോ മിസ്സായി പോണ്, മൈൻഡ് ഓൺ എടുക്കാൻ പറ്റാതെ
ഉണ്ടായിരുന്നു. അതായത് ഓരോ പ്രോഗ്രാംസ്, ഓരോ പരിപാടികളും കാര്യങ്ങളും അവിടെ പോവേണ്ടിയും ഇവിടെ പോവേണ്ടിയും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്, അതുകൊണ്ടാണ് മാറിയത്. അതായത് അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ അല്ലേ. അപ്പോൾ എന്താ കാരണം പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേമാതിരി പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതും കാര്യങ്ങളും വീട് വൃത്തിയാക്കാനും ഒന്നും സമയം കിട്ടണില്ല. അവർ മാത്രം ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ കാരണം പറയുന്നത്. അങ്ങനെയാണ് ഒരുവിധം 2-3 ഫാമിലി വ്ളോഗ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ജൂബി വാസിത്തെ കഥ തന്നെയാണ് കാരണം പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് ദിവസം വീഡിയോ ഇടാൻ കഴിയില്ല, അങ്ങനത്തെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഒരെണക്കിന് സത്യം തന്നെയായിരിക്കും. എന്തായാലും നമ്മൾ കൂട്ടത്തിലൊക്കെ ആകുമ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കാര്യങ്ങൾ വീട് വൃത്തിയാക്കൽ അവർക്ക് അതിനനുസരിച്ച് നിൽക്കണമല്ലോ. നമ്മളെന്താണെന്ന് വെച്ചാൽ യാത്ര പോകണമെങ്കിൽ ഇനിയിപ്പോൾ വലിയ കല്യാണം സൽക്കാരത്തിനൊക്കെ പോകാൻ പറഞ്ഞാൽ അതിന് പോകണം, നമ്മൾ പോകില്ല എന്നൊന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അവർ പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. ഒരെണക്കിന് അത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ വല്ല പ്രശ്നം കാര്യങ്ങളായിട്ട് വരുന്നതാണോ എന്നൊക്കെയാണ് കമൻറ്റിൽ കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. നിങ്ങൾ ഉപ്പാക്ക് സുഖമില്ല കഴിഞ്ഞിട്ട് മറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പ്രോപ്പർ എണീക്കും. ഇവിടെ ഉള്ള കാര്യങ്ങൾ ഇപ്പം ഞാനായിക്കോട്ടെ അവനായിക്കോട്ടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ കണ്ടാലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്, ടേബിൾ ക്ലീൻ ചെയ്യേണ്ടത് കണ്ടാലോ, ഞാനില്ലെങ്കിൽ ഇത് കണ്ടാൽ എനിക്ക് പോലും ചെയ്യാൻ തോന്നുന്നു. സാധാരണ മറ്റെന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ഒരു പ്ലേറ്റ് പോലും, അതായത് തിന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. ഏത് പിന്നെ ഡ്രസ്സ് അവിടെയും ഇവിടെയും ഒക്കെ ഇതാക്കിയിടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകുക ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് ആളുകൾ മാറുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് നമ്മുടെ ഇതിലാണുള്ളത്. അപ്പൊ അത് വൃത്തിയായിട്ട് കൊണ്ടടക്കാനും അപ്പൊ ഓരോരുത്തർക്കും ബെഡിൽ നിന്നിട്ട് ആ ബെഡ് വരെ തട്ടിക്കൊട്ടി വെക്കാറ് ില്ല നമ്മള്. ഇപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അത് മടക്കി വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എപ്പോഴും നമ്മളെ വീടിനോട് നമ്മളെ റൂമിനോട് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം. ഇതാണ് കാരണം, ഇതല്ലാതെ ഒരു കാരണമില്ല. ഇനി ഇങ്ങോട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കുകൾ ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്ന അപ്പോൾ അതാ വീഡിയോകൾ കണ്ടില്ലേ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് തന്നെയാണ്. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ ഇതിനും കഴിയാഞ്ഞിട്ടാണ്. പിന്നെ അതേമാതിരി എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാക്ക് സുഖമില്ലാഞ്ഞിട്ട് കല്യാണം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ വീട് മാറി പോവാണോ, അതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കമൻറ്റിൽ വരുന്നത്. ഒരു ഫാമിലി വ്ളോഗാണ് കൂടുതൽ ചെയ്യൽ. ഒരു ഉപ്പയും ഉമ്മയും പിന്നെ അനിയനും അതേമാതിരി തന്നെ ചെറിയൊരു കുഞ്ഞു പെങ്ങളും ഉണ്ട് കേട്ടോ. സൈബറിന് അവൾ നല്ല പിന്നെ കുറുമ്പിയാണ്, നല്ല തെൻ്റെടുക്കൽ നല്ലൊരു മോളാണ് കേട്ടോ. അതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഫാമിലി ആയിട്ട് അങ്ങനെ കാണാനാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക കേട്ടോ. ഫാമിലി സബ്സ്ക്രൈബിങ്ങും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കൂടുതലായിട്ട് അങ്ങനത്തെയാണ് ഇഷ്ടം ഉണ്ടാവുക. തന്നെ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും നല്ലതിന് തന്നെ ആവട്ടെ. പിന്നെ അവർ പറഞ്ഞ മാതിരിക്ക് വീഡിയോ എടുക്കാൻ കഴിയാഞ്ഞിട്ടോ എന്തോന്നുള്ളത് നമുക്കറിയില്ല, അവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാരുടെ അസ്സലാമു അലൈക്കും.